രാവിലെ സൈക്കിളിൽ ബെല്ലടിച്ചിട്ട് ഇങ്ങനെ വരണ ഒരു പയ്യനെ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പത്രം എറിയൂലേ? കണ്ടിട്ടുണ്ടോ? ആ, നിങ്ങളെ വീട്ടിലൊക്കെ പത്രം വാങ്ങാറുണ്ടോ? ഉണ്ടോ? എന്തിനാ കുട്ടികളെ പത്രം വായിക്കണത്? എന്തിനാണ്? ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. എന്തിനാണ് പത്രം വീട്ടിൽ വരുത്തുന്നത്? എന്തിനാണിത് വായിക്കണത്? വാർത്തകൾ അറിയാനാണ് അല്ലേ? വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പത്രം വാങ്ങണത്, അത് വായിക്കണത്. ആരെ വീട്ടിലൊക്കെയാണ് പത്രം വാങ്ങാറുള്ളത്? ആ ആ ആ വീട്ടിൽ വാങ്ങാറുണ്ട്. ആയിക്കോട്ടെ. പത്രം വായിക്കുന്നത് വാർത്തകൾ അറിയാനാണ്. വാർത്ത അറിയാനുള്ള ഒരു മാധ്യമമാണ് പത്രം അല്ലേ? ഇംഗ്ലീഷിൽ എന്താ പറയുക? ന്യൂസ് പേപ്പർ. എന്താ പറയുക? ന്യൂസ് പേപ്പർ കേട്ടോ. ഇംഗ്ലീഷിൽ ന്യൂസ് പേപ്പർ എന്ന് പറയും. പേപ്പർ വായിക്കുക, പേപ്പർ വാങ്ങിയ എന്നൊക്കെ പറയണേണ്ട അല്ലേ? ഇനി പേപ്പർ മാത്രമാണോ? ഇതെന്താണ് കുട്ടികൾ കണ്ടിട്ടുണ്ടോ? അതെന്താണെന്ന്? എന്താണ്? പറയൂ. എന്താണ്? ടേപ്പ് റെക്കോർഡർ അല്ല, ഇതാണ് റേഡിയോ. ഇതിൽ വാർത്ത കേൾക്കാം, പാട്ട് കേൾക്കാം, നാടകം കേൾക്കാം. കാണാൻ പറ്റില്ല കേട്ടോ, കേൾക്കാനേ പറ്റുള്ളൂ. ഇത് കൊണ്ട് നടക്കാം. നമ്മുടെ ചുമരിൽ ടി വി വെച്ച പോലെ ഇതിങ്ങനെ വെക്കൊന്നും വേണ്ട. ഇത് നമ്മൾ കൂടെയൊക്കെ കൊണ്ടുപോവാം കേട്ടോ. ഇത് തുറന്നാൽ വാർത്തയുടെ സമയത്ത് വാർത്ത ഉണ്ടാവും, പാട്ടുണ്ടാവും, കഥ ഉണ്ടാവും. പിന്നെ നിങ്ങൾ പാട്ട് പാടൂലേ, കഥ പറയൂലേ, അതുപോലെ ഇതിനുള്ളിലും അതൊക്കെ ഉണ്ടാവും. കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ടി വി, റേഡിയോ, പത്രം ഇവയൊക്കെ നമുക്ക് വാർത്തകൾ അറിയാൻ, വിശേഷങ്ങൾ